അഡ്വക്കേറ്റ് പി ദേവദാസ് നിയമരംഗത്തെ സേവനത്തിനൊപ്പം സഭാശുശ്രൂഷയിലും ആത്മീയ സാഹിത്യരംഗത്തും സജീവ സാന്നിധ്യമായ വ്യക്തിത്വം. വിവിധ ക്രിസ്തീയ സംഘടനകളിൽ നേതൃത്വ ചുമതലകൾ വഹിച്ച അദ്ദേഹം വിശ്വാസ ജീവിതത്തെയും സഭയെയും ആസ്പദമാക്കി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അനുഭവവും ആത്മീയ കാഴ്ചപ്പാടും സമന്വയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുയാത്രയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഞാൻ ദേവദാസ്. എൻ്റെ വീട് പൊറ്റയിൽക്കടയാണ്. നെയ്യാറ്റിൻകര താലൂക്കിലുള്ള ഇവിടെ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്ററോളം അകലെയുള്ള പൊറ്റയിൽക്കടയിലാണ് എൻ്റെ വീട്. ഞാൻ ജനിച്ചത് 1955-ലാണ്. അതിനുശേഷം ഞാൻ 1971 SSLC പാസ്സായി. പിന്നീട് ധനുവച്ചോരം NSS കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി കഴിഞ്ഞ് 2 വർഷത്തെ ITIയിൽ ധനുവച്ചോരം ITIയിൽ തന്നെ ഗവൺമെൻറ് ITIയിൽ ടേണർ കോഴ്സും പിന്നെ അത് കഴിഞ്ഞ് സർവേ കോഴ്സും പാസ്സായി. 1975 ഡിഗ്രി കോഴ്സിന് ചേർന്നു ധനുവച്ചോരം കോളേജിൽ തന്നെ. ഡിഗ്രി കോഴ്സിന് ചേർന്ന് 2 വർഷമായപ്പോൾ കെൽട്രോണിൽ ജോലി കിട്ടി. 78 കെൽട്രോണിൽ ജോലി കിട്ടി. പിന്നെ 80 ഞാൻ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. 80 BA പാസ്സായി. 83 MA പാസ്സായി. പിന്നീട് സോഷ്യോളജിയിൽ MAയും സെറ്റും 1994 LLB കോഴ്സ് പാസ്സായി. അതോടൊപ്പം തന്നെ 3 PG ഡിപ്ലോമ കോഴ്സുകൾ, PG ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ ലോ, PG ഡിപ്ലോമ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ, PG ഡിപ്ലോമ ഇൻ മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ് കോഴ്സുകളും പാസ്സായി. പിന്നീട് ഞാൻ പഠിച്ച കോഴ്സുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ നിന്നുള്ള പേഴ്സണൽ മാനേജ്മെൻറ്റ് കോഴ്സ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് കോഴ്സ് പാസ്സായതിൻ്റെ അടിസ്ഥാനത്തിൽ 91-ലാണത്. പാസ്സായതിൻ്റെ അടിസ്ഥാനത്തിൽ പേഴ്സണൽ ഓഫീസറായിട്ട് നിയമനം ലഭിച്ചു. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ചൈൽഡ് അഡolescent ആൻഡ് ഫാമിലി കൗൺസിലിംഗ് കോഴ്സും പാസ്സായി. 2013 റിട്ടയർ ചെയ്തു. HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജറായിട്ട് റിട്ടയർ ചെയ്തതിന് ശേഷം LLB കോഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് 2013 തന്നെ കേരള ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്ത് അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുകയാണ്. അതോടൊപ്പം കൗൺസിലിംഗ് നടത്തുന്നു. പല സ്ഥാപനങ്ങളിലും അവരുടെ ആവശ്യാനുസരണം സെമിനാറുകളും ക്ലാസ്സുകളും കൗൺസിലിങ്ങും ഒക്കെ നടത്തുന്നു. അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം അവർ പറയുന്ന സ്ഥാപനങ്ങളിലും അവർ പറയുന്ന സൈറ്റുകളിലും പോയിട്ട് ലീഗൽ അവയർനെസ് ക്ലാസ്സുകളും നടത്തുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഫുള്ളി എൻഗേജ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ റിട്ടയർ ചെയ്തതിന് ശേഷം പലതരത്തിലും എൻഗേജ്ഡാണ്. 2 സ്ഥാപനങ്ങളിൽ 2014 മുതൽ HR ആൻഡ് ലീഗൽ കൺസൾട്ടൻ്റാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യമാണ്, കുറേയധികം പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷത്തോളമായിട്ട് പള്ളിയുമായും സഭയുമായും മിഷൻ പ്രവർത്തനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് അതിൻ്റെ പഠനവും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 48 വർഷക്കാലം 1975 മുതൽ 48 വർഷക്കാലം മതബോധന അധ്യാപകനായിരുന്നു എൻ്റെ ഇടവകയിൽ. 1991 ആദ്യമായി ഒരു പുസ്തകം എഴുതിയത്. അതിനു മുമ്പ് പല മാസികകളിലും കയ്യെഴുത്ത് പ്രതികളിലുമൊക്കെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഭാഷകളിൽ ചെറുകഥകളും കവിതകളും ഉപന്യാസങ്ങളുമൊക്കെ പ്രസിദ്ധീകരിച്ചുവെങ്കിലും പുസ്തക രൂപത്തിലാകുന്നത് 1991 കാൽപ്പാടുകൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചതോടെയാണ്. ഇതിൻ്റെ ഉള്ളടക്കം മിഷൻ പ്രവർത്തനവും ഞങ്ങളുടെ 2 ഇടവുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു ചരിത്ര സാംസ്കാരിക പശ്ചാത്തലമാണ്. മിഷൻ പ്രവർത്തനങ്ങൾ, മിഷണറിമാരുടെ ആദ്യമുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ രചനയുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 6 വർഷക്കാലം ഞാൻ പ്രയത്നിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോയി വിവരങ്ങൾ ശേഖരിക്കുകയും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലുള്ള വിവിധ സഭാ വിഭാഗങ്ങളെക്കുറിച്ചുമൊക്കെ പഠനം നടത്തി.
അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ പുസ്തകമായതുകൊണ്ട് വളരെയധികം എനിക്ക് തന്നെ ഒരു ഭയമുണ്ടായിരുന്നു. ഡ്രാഫ്റ്റ് എഴുതി ഞാൻ പലരെയും കാണിച്ചു, പലരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് 1991 ഈ പുസ്തകം പ്രസിദ്ധീകൃതമായത്. അത് മൺവിളയിലുള്ള യുവദീപ്തി പ്രസ്സിലായിരുന്നു ആ പുസ്തകം പ്രിൻ്റ് ചെയ്തത്. അന്ന് ഇന്നത്തേതുപോലെ DTP എടുക്കാനുള്ള സൗകര്യമൊന്നുമില്ല, ലെറ്റർ പ്രസ്സായിരുന്നു. അച്ചുകൾ നിരത്തി ഓരോന്നും അച്ചടിച്ച് അതിനെ തിരുത്തി അതിൻ്റെ ഓരോ ലെറ്ററും എടുത്ത് മാറ്റി അങ്ങനെ തിരുത്തലുകളുണ്ടെങ്കിൽ അങ്ങനെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ആ പ്രസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ചടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പുസ്തകം എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചുമൊക്കെ അവരെനിക്ക് പറഞ്ഞു തന്നു. ഞാനത് നോക്കി നിന്നു. വളരെയധികം എനിക്ക് പഠിക്കാൻ സാധിച്ചു. വളരെ രസകരമായിരുന്നു ആ പഠനം. അത് വളരെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു. രണ്ടാമത് പ്രസിദ്ധീകരിച്ച മറ്റൊരു പുസ്തകമാണ് ബൈബിൾ ക്യൂസ്. അത് ബൈബിൾ ക്യൂസ് എന്ന പുസ്തകം. ഇതിൻ്റെ 11 എഡിഷൻ പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ബൈബിളിൻ്റെ വിവരങ്ങളെക്കുറിച്ചും അതിനെ പൊതുവായും ബൈബിളിലെ അപരനാമങ്ങൾ, ബൈബിൾ രൂപീകൃതമായ കാലഘട്ടം, മറ്റ് വിഭാഗങ്ങളിലുള്ള ബൈബിളിലുള്ള ഗ്രന്ഥങ്ങളുടെ വ്യത്യാസങ്ങൾ, ബൈബിൾ പദങ്ങളുടെ അർത്ഥം, ഇങ്ങനെ തുടങ്ങി ബൈബിളുമായി ബന്ധപ്പെട്ട് പൊതുവിലുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ പറയുന്നു. പ്രധാനമായിട്ടും അന്ന് പ്രസിദ്ധീകൃതമായിരുന്ന ഭാഷ ഹീബ്രുവിലും ലത്തീനിലുമൊക്കെ ഉള്ള ബൈബിളിനെക്കുറിച്ച്, പിന്നീട് പപ്പീറസ് ചെടിയുടെ ഇലയിൽ നിന്നും, പേപ്പർ എന്നുള്ള പേരൊക്കെ വന്നത് അങ്ങനെയാണ്, പപ്പീറസ് എന്നുള്ള പേരിൽ നിന്നുമാണ്. ആ ചെടിയുടെ ഇലകളിൽ എഴുതിയിരുന്നു. അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ അതിൻ്റെ ചോദ്യോത്തര രൂപത്തിലാണ് ബൈബിൾ ക്യൂസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. വളരെ ഏറെ പഠനത്തിനും ഗവേഷണത്തിനുമൊക്കെ ശേഷമാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു 48 വർഷക്കാലം ഞാൻ മതബോധന അധ്യാപകനായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറാക്കിയ നോട്ടുകളും അതിനുവേണ്ടി പഠിച്ച കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ രചനയ്ക്ക് സഹായകമായിട്ടുണ്ട്. മറ്റൊരു പുസ്തകമാണ് സഭയെ അടുത്തറിയാൻ എന്നുള്ളത്. ഇതും സഭയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ്. ഇതിൻ്റെ 7ാമത്തെ പ്രതി ഈ കഴിഞ്ഞ 2025 ഒക്ടോബർ മാസത്തിലാണ് പ്രസിദ്ധീകരിച്ചത്. 7 പതിപ്പുകളായിട്ടുണ്ട്. 7ാമത്തെ പതിപ്പാണ് ഈ പുസ്തകം. ഇതും ചോദ്യോത്തര രൂപത്തിലുള്ളതാണ്. ഈ പുസ്തകത്തിലും നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം കാര്യങ്ങൾ, സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബൈബിൾ പദങ്ങളുടെ അർത്ഥം, ചുരുക്കെഴുത്തുകൾ, അതിൻ്റെ പൂർണ്ണരൂപം. ഉദാഹരണം പിന്നെ INRI എന്ന് കുരിശിൻ്റെ മുകളിൽ കാണും. യേസുസ് നസ്രനുസ് റെക്സ് യൂദയോരം, അതാണ് അതിൻ്റെ ലാറ്റിൻ പദത്തിൻ്റെ ഫുൾ ഫോം. INRI എന്ന് കാണുന്ന, അതുപോലെ OCD, പിന്നെ അതുപോലെ വരുന്ന സഭാവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പല ചുരുക്കെഴുത്തുകളുടെയും പൂർണ്ണരൂപവും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റ് 2 ജീവചരിത്ര പുസ്തകങ്ങളാണ്. അതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഇംഗ്ലീഷിലുള്ള സെൻറ്റ് വിൻസെൻ്റ് പള്ളോട്ടി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെയും മദർ പേത്ര ദീനദാസി എന്ന പുസ്തകത്തിൻ്റെയും മലയാള പരിഭാഷ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 2 പുസ്തകങ്ങളുടെയും. ഇത് ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളുടെ മലയാള പരിഭാഷ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മദർ പേത്ര എന്ന് പറയുന്നത് DSS എന്ന് പറയുന്ന ദീനസേവന സഭ എന്ന് പറയുന്ന സഭാവിഭാഗത്തിൻ്റെ സ്ഥാപകയാണ്. ഇത് 2 ജീവചരിത്ര ഗ്രന്ഥങ്ങളാണ് തയ്യാറാക്കിയത്. ഒന്ന് വക്കീലച്ഛൻ്റെ ധന്യജീവിതം. ഒരു മോൺസിഞ്ഞോർ A. ജെയിംസ് വലിയ സാമൂഹിക പ്രവർത്തകനായിരുന്നു. വളരെ സിമ്പിൾ ലൈഫും പിന്നെ വലിയ വീക്ഷണങ്ങളുമുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഈ പുസ്തകം, വക്കീലച്ഛൻ്റെ ധന്യജീവിതം. അദ്ദേഹം ശരിക്കും ഒരു LLB ഒക്കെ ഉള്ള വക്കീലായിരുന്നു. പ്രാക്ടീസ് ചെയ്യാൻ കോടതിയിൽ പോയിട്ടില്ല. എങ്കിൽ തന്നെയും സാധുക്കളുടെ ഒരു വലിയ സംരക്ഷകനായിരുന്നു. സാധുക്കൾക്ക് ഏറെ പ്രിയങ്കരനായ ഒരു വ്യക്തിയായിരുന്നു ഈ ഫാദർ A. ജെയിംസ്. അതുപോലെ നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറലായിരുന്ന തൊട്ട് മുമ്പ്, ഈ കഴിഞ്ഞ വർഷം വരെ വികാരി ജനറലായിരുന്ന ഒരു മോൺസിഞ്ഞോർ G. ക്രിസ്താസ്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഈ പുസ്തകം. അതിൻ്റെ വളരെ പഠനം നടത്തി. അതോടൊപ്പം തന്നെ ഇതിനകത്ത് വേറെയും ചില കാര്യങ്ങളുണ്ട്. പ്രാദേശിക സ്ഥലനാമോൽപ്പത്തി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഈ നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള 33 സ്ഥലങ്ങളുടെ ആ പേരെങ്ങനെ സിദ്ധിച്ചു, സ്ഥലനാമങ്ങൾ എങ്ങനെ സിദ്ധിച്ചു എന്ന പുസ്തകമാണിത്. ഇതും ഈ കഴിഞ്ഞ വർഷം ആദ്യമായിട്ട്, കഴിഞ്ഞ വർഷം ആരംഭത്തിൽ
പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ഈ ദൈവത്തിൻ്റെ വഴി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. മറ്റൊരു പുസ്തകം ഞങ്ങൾ 3 പേരായിട്ട് എഴുതിയതാണ്. ഡോക്ടർ ബി ശോഭനൻ, ഡോക്ടർ എസ് റെയ്മൺ, പിന്നെ ഞാനും ചേർന്നെഴുതിയ പുസ്തകമാണ്. ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെയധികം പ്രചാരത്തിലിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഞാൻ ഈയിടെ അറിഞ്ഞത് അതിൻ്റെ 3ാം പതിപ്പ് 3500ഓളം കോപ്പികൾ ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം ഡിമാൻഡുള്ള ഒരു പുസ്തകമാണ്. ചെറുതാണെങ്കിലും കേരളത്തിലുള്ള ക്രൈസ്തവ സഭകളെക്കുറിച്ച് വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. പ്രധാനപ്പെട്ട സഭാവിഭാഗങ്ങളെക്കുറിച്ചെല്ലാം ഇതിൽ പറയുന്നുണ്ട്. ക്രിസ്തുമതത്തിൻ്റെ ആവിർഭാവത്തെയും ഉത്ഭവത്തെയും കുറിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിക്കാനിടയായതിൻ്റെ സാഹചര്യങ്ങളെയും കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട സഭാവിഭാഗങ്ങളെയും ഇതിൽ പ്രതിപാദിക്കുന്നു. മറ്റൊരു പുസ്തകമാണ് സഭാ ചരിത്ര സാംസ്കാരിക പൈതൃകം നെയ്യാറ്റിൻകര രൂപത. നെയ്യാറ്റിൻകര രൂപത 1996 സ്ഥാപിതമായതെങ്കിലും നെയ്യാറ്റിൻകര രൂപത സ്ഥാപിതമാകുന്നതിന് മുന്നോടിയായിട്ടുള്ള സഭയുടെ ചരിത്ര സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. സഭ ചരിത്ര സാംസ്കാരിക പൈതൃകം, അതായത് ഇവിടെയുള്ള സാംസ്കാരികമായ കാര്യങ്ങൾ, മിഷണറിമാരുടെ വരവ്, പിന്നെ ഈ മിഷണറിമാരുടെ സംഭാവനകൾ, മിഷണറിമാർ ഈ രംഗത്ത് സുവിശേഷം പ്രഘോഷിക്കാനിടയായ സാഹചര്യങ്ങൾ, പ്രഘോഷണത്തിന് അവർക്ക് പ്രേരകമായ ഘടകങ്ങൾ, ഇവിടെയുള്ള ആളുകളെ എങ്ങനെ അവർ സ്വാധീനിച്ചു, ചരിത്രവും സംസ്കാരവും അതുമെല്ലാം ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്ര പുസ്തകമാണ് സഭ ചരിത്ര സാംസ്കാരിക പൈതൃകം എന്നത്. എഴുതിയ പുസ്തകങ്ങളിൽ ഏറ്റവും വലിയ പുസ്തകമാണിത്. ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 40 വർഷത്തോളമായിട്ട് മിഷണറിമാരുടെ ചരിത്രത്തെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള പഠനം എനിക്കൊരു പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാണ്, ആരും പറഞ്ഞിട്ടല്ല. അങ്ങനെ അത് 35 വർഷത്തോളമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ച് അത് ഞാൻ സൂക്ഷിച്ചിരുന്നു. അതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് വിശുദ്ധ തോമസ് കേരളക്കരയിൽ വന്നതു മുതൽ ഇവിടെ സംഭവിച്ചിട്ടുള്ള സഭ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ, സഭയിലുണ്ടായ മാറ്റങ്ങൾ, ആഗോള സഭയിലും കേരള സഭയിലുമുണ്ടായ ചരിത്രപരമായ കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൽ വിവരിക്കുന്നു. ആദ്യത്തെ ഭാഗങ്ങളിൽ ഒരു ഭാഗം മിഷണറിമാരുടെ ഭാഷാ സേവനമാണ്. വിദേശ മിഷണറിമാരിവിടെ നമ്മുടെ ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്ക്, അതിനെക്കുറിച്ച് ഒരു ഭാഗത്ത് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലം. ഇവിടെ അതിലുള്ള സാമൂഹിക പശ്ചാത്തലം എന്തായിരുന്നു, ജാതി വ്യവസ്ഥയും അതുമെല്ലാം കൊടികുത്തി വാണിരുന്ന കാലത്താണ് നമ്മുടെ മിഷണറിമാരിവിടെ വന്നത്. അവർ വന്നതിന് ശേഷം നമ്മുടെ സമൂഹത്തിൽ സഭയിൽ എല്ലാം ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നു. നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പറയുന്നു. കേരള പിറവിയെക്കുറിച്ചും അങ്ങനെയുള്ള വലിയൊരു ചാപ്റ്ററാണ്. ഒരു പഠന വിധേയമായ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഒരു ഭാഗമാണിത്, കേരളത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലം. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ റീത്തുകൾ, ഇവിടെ കേരളക്കരയിലുള്ള റീത്തുകൾ, പ്രൊട്ടസ്റ്റാൻ്റ് സഭകളുമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ, പ്രൊട്ടസ്റ്റാൻ്റ് മിഷണറിമാരിവിടെ വന്നു തെക്കൻ കേരളത്തിലും, അതായത് പഴയ തിരുവിതാംകൂറിൻ്റെ ഭാഗത്തും അതിനുശേഷം തെക്കൻ കേരളത്തിൽ നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിൽ പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ള സഭാപരമായ മാറ്റങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ഇതിൽ വിശദീകരിക്കുന്നു. ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നെയ്യാറ്റിൻകര രൂപതയിലെ ഇടവകകളെക്കുറിച്ചുള്ള പഠനം. അന്ന് ഈ 2021 ഇത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 250 പള്ളികളുണ്ടായിരുന്നു. ഈ 250 പള്ളികളെയും കുറിച്ചുള്ള ചരിത്രപരമായ ഒരു പഠനം ഇതിലുണ്ട്. 250 പള്ളികളുടെയും ഫോട്ടോകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. തുടർന്ന് അതിനുശേഷം ഇവിടെയുള്ള സന്യാസ സഭാ വിഭാഗങ്ങൾ, ഇവിടെ പ്രവർത്തിക്കുന്ന സന്യാസ സഭാ വിഭാഗങ്ങളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പൻഡിക്സായിട്ട് കൊടുത്തിട്ടുള്ള വലിയൊരു ഭാഗം വളരെ ശ്രദ്ധാർഹമാണ്. ഇതുവരെയുള്ള പോപ്പുമാർ, അവരുടെ കാലഘട്ടം, ഇവിടെ വന്നിട്ടുള്ള മിഷണറിമാരുടെ വിവരങ്ങൾ, ഇവിടെ ഉണ്ടായിരുന്ന ഉപദേശിമാരുടെ കാര്യങ്ങൾ, നേരത്തെയുള്ള അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളെയും കുറിച്ചുള്ള ലിസ്റ്റുകളായിട്ട് ഒരുപാട് ലിസ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യാറ്റിൻകര രൂപത സ്ഥാപിതമാകുന്നതിന് മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന മിഷണറിമാരാണ് കർമ്മലീത്ത മിഷണറിമാർ. അവരിൽ ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ജസ്യൂട്ട് മിഷണറിമാർ, ഈശോ സഭാ മിഷണറിമാർ ആരൊക്കെയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്, അവരുടെ പേരുകളും കാലഘട്ടങ്ങളുമെല്ലാം ഇവിടെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്.
ഇപ്പോൾ ഞാൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിൻ്റെ പഠനം ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും നടക്കുന്നുണ്ട്. എൻ്റെ ജോലി തിരക്കുകൾക്കിടയിലും ഇപ്പം ഞാനിവിടെ രൂപതാ കോടതിയിൽ നോട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ ഒരു രൂപതാ കോടതിയുണ്ട്, കോടതിയിൽ നോട്ടറിയാണ്. ഈ പുസ്തകങ്ങളൊക്കെ എഴുതുന്നതിന് എനിക്ക് പ്രേരകമായി നിന്നത് എൻ്റെ ദൈവവിശ്വാസമാണ്. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അതിൽ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നവരെയും ഞാൻ ഏതാണ്ട് 36 വർഷം നേരത്തെ പറഞ്ഞ കെൽട്രോണിൽ ജോലി ചെയ്തിരുന്നു. ആ കാലയളവിലെല്ലാം എൻ്റെ വിശ്വാസം ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ വിശ്വാസ ജീവിതത്തിനോടൊപ്പം എൻ്റെ ജോലിയോടൊപ്പം ഈ പുസ്തക രചനയും നടന്നു. അതിന് പ്രത്യേകിച്ച് ലീവ് എടുക്കുകയോ അവിടെ കള്ളത്തരം കാണിക്കുകയോ, ഞങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ പഞ്ചിങ് ഉള്ള സ്ഥാപനമാണ്. അവിടെ വേറെ അങ്ങനെയൊന്നും കാണിക്കാൻ ഒക്കില്ല. ജോലി സമയത്തൊന്നും എൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. ജോലി സമയം കഴിഞ്ഞ് വരുന്ന സമയത്ത് ടൈം മാനേജ്മെൻറ്റ്, ആ സമയമൊക്കെ ക്രമീകരിച്ചാണ് എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നത്. ഞാൻ എവിടെയെങ്കിലും പോയി വിവരശേഖരണത്തിനും ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്കും പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ സമയക്രമീകരണത്തിലൂടെയാണ്. ഹോളിഡേയ്സ് വരുമ്പോൾ ആ സമയത്തിൽ എവിടെ പോകണമെന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാൻ എനിക്കുണ്ടാവും. ആ പ്ലാൻ അനുസരിച്ചാണ് ഞാൻ പോകുന്നത്. അതൊന്നും എൻ്റെ വിശ്വാസ ജീവിതത്തിന് ഒരു വിഘാതമായിരുന്നില്ല. ഇന്നും ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം തന്നെയാണ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസം തന്നെയാണ് ഞാനായി തീർന്നിരിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസവും എനിക്കുണ്ട്. എൻ്റെ പുസ്തക രചനയിൽ ഉടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഞാൻ ലാസ്റ്റിൽ കാണിച്ച ബുക്കുണ്ട്, നെയ്യാറ്റിൻകര ലത്തീൻ രൂപത ചരിത്രവും സംസ്കാരവും. അത് നിങ്ങൾ കണ്ടതുപോലെ അതൊരു വലിയ ബുക്കാണ്. 1-2 വർഷം കൊണ്ടോ ഏതാനും ദിവസങ്ങൾ കൊണ്ടോ എഴുതാൻ സാധിക്കുന്ന ഒരു ബുക്കല്ല അത്. അതിലുള്ള കണ്ടൻറ്റ്, അതിനകത്തുള്ള കണ്ടൻറ്റ് വായിച്ചിട്ട്, ഈ ബുക്ക് വായിച്ചിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കോളുകൾ വരാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും എന്നെ ഒരാൾ വിളിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നും എന്നെ പലരും വിളിക്കാറുണ്ട്, റിസർച്ച് ചെയ്യുന്ന ആളുകൾ. സാർ എങ്ങനെയാണ് ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചത്? ഇത് ഏത് മെത്തഡോളജിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? സോഷ്യോളജിക്കലാണോ, ഹിസ്റ്റോറിക്കലാണോ? അങ്ങനെയൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഈ കൊറോണയുടെ സമയത്താണ്, ഇതിൻ്റെ വർക്കിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് കൊറോണ വന്നത്. കൊറോണ വന്നപ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. എഴുതുന്ന മാറ്റർ DTP എടുക്കാൻ തന്നെ കൊണ്ടു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഈ അമരവിള ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്താണ് എൻ്റെ വീട്. ഞാൻ അവിടെ നിന്ന് എൻ്റെ 2 വീലറിൽ ചെക്ക് പോസ്റ്റിന് അപ്പുറത്ത് വന്ന് നിൽക്കും. വാഹനം ഓടിക്കാൻ അന്ന് പെർമിഷൻ ഇല്ല, പോലീസുകാർ പിടിക്കും. ഈ DTP എടുക്കുന്ന ആൾ ഞാൻ പറഞ്ഞ അനുസരിച്ച് ചെക്ക് പോസ്റ്റിൻ്റെ ഇപ്പുറത്ത് നിൽക്കും. അയാൾ കൊണ്ടുവരും, ഞാൻ എഴുതി കൊണ്ടുവരുന്നത് അയാളയിൽ കൊടുക്കും. അയാൾ കൊണ്ടുവരുന്ന പ്രൂഫ് ഞാൻ വാങ്ങിക്കൊണ്ടുപോകും. നടന്ന് അപ്പുറം ഇപ്പുറം പോകാം, വാഹനം പാടില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. അതൊക്കെ നമ്മൾ DTP എടുക്കാനും അത് ലാസ്റ്റിൽ അതിനെ പ്രൂഫ് തിരുത്തി കൊടുക്കാനുമൊക്കെ. ഇതിൻ്റെ പൂർത്തീകരണം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യം അതിന് പിന്നിലുണ്ടായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. അതിന് ഒരു നിയോഗം പോലെയാണ് ഈ ബുക്കിൻ്റെ എഴുത്തും അതിൻ്റെ പബ്ലിഷിങ്ങും എല്ലാം നടന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മിഷണറിമാരെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളും ദൈവികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശക്തമായ കരം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എൻ്റെ മാത്രം കഴിവുകൊണ്ടല്ല ഇങ്ങനെ ഒരു ബുക്ക് തയ്യാറാക്കാൻ എനിക്ക് സാധിച്ചത് എന്ന ഉറച്ച വിശ്വാസം ഇപ്പോഴും എനിക്കുണ്ട്. ഒരു ക്രിസ്തീയ എഴുത്തുകാരൻ എന്ന നിലയിൽ, വലിയ എഴുത്തുകാരനല്ലെങ്കിൽ തന്നെയും ക്രിസ്തീയ പുസ്തകങ്ങൾ അധികമായി എഴുതുന്ന ആളാണ്. ഇപ്പോൾ 2 പുസ്തകങ്ങൾ പ്രസ്സിൽ ഇരിപ്പുണ്ട്. ഒന്ന് ജീവിത പാഠങ്ങൾ എന്നതാണ്, മറ്റൊന്ന് ഇൻസൈറ്റ്സ് ഫ്രം ക്വയറ്റ് മൊമെൻറ്റ്സ് എന്ന ഇംഗ്ലീഷ് പുസ്തകമാണ്. 2 പ്രസ്സിലിപ്പോൾ പ്രിൻറ്റിങ് സ്റ്റേജിലാണ്. അത് ക്രൈസ്തവ പുസ്തകങ്ങളല്ല, പൊതുവിലുള്ള പുസ്തകങ്ങളാണ്. എന്നാൽ ഈ ക്രൈസ്തവ പുസ്തകങ്ങൾ എഴുതുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം എപ്പോഴുമുണ്ട്. ദൈവത്തിൻ്റെ കരം എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ഈ പുസ്തകങ്ങൾ എഴുതുമ്പോഴൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, എൻ്റെ ജോലികളെല്ലാം ക്രൈസ്തവമായ ഒരു സ്ഥാപനത്തിലല്ല ഞാൻ ജോലി ചെയ്തിരുന്നത്. അത് വ്യത്യസ്തമായ ഒരു സ്ഥാപനമാണ്. അവിടെ ജോലി ചെയ്തിരുന്നപ്പോഴും ഈ പുസ്തകം എഴുതുന്നതിന് പ്രേരകമായിട്ട് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുണ എന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ കരസ്പർശം ഇന്നും എപ്പോഴും ഞാൻ അനുഭവിച്ചു കൊണ്ടുമിരിക്കുന്നു. അതെൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു. ആ ഒരു ബലത്തിലാണ്, ദൈവത്തിൻ്റെ കരസ്പർശം എന്നെ എന്നും താങ്ങും എന്ന ഒരു ബലത്തിലാണ് എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത്. ആത്മീയ പുസ്തകങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ
വിശ്വാസികൾ ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ അതിൽ ഒരു പ്രചാരം കിട്ടിയെങ്കിലേ ഉള്ളൂ. മറ്റ് വായനക്കാർ ഇത്തരം പുസ്തകങ്ങൾ അധികം വാങ്ങാറില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പ്രോത്സാഹനം കൂടുതൽ കിട്ടുന്നു എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. ഈ പുസ്തകങ്ങൾക്ക് നമ്മുടെ ഇടയിൽ, ക്രൈസ്തവരുടെ ഇടയിലുള്ള ഒരു സ്വാധീനം എത്ര കണ്ടായാലും ആ സ്വാധീനം മറ്റുള്ളവരുടെ ഇടയിൽ ഉണ്ടാകണമെന്നില്ല. കാരണം ക്രൈസ്തവ കാഴ്ചപ്പാടുള്ള പുസ്തകങ്ങൾ ക്രൈസ്തവരായിട്ടുള്ളവർ മാത്രമേ വാങ്ങുകയുള്ളൂ. നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ക്രൈസ്തവരല്ലാത്തവരോ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഈ പുസ്തകങ്ങൾ വാങ്ങാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങൾക്ക് കുറേയധികം സ്വാധീനം അല്ലെങ്കിൽ കുറേയധികം പ്രോത്സാഹനം ലഭിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നാലും എപ്പോഴും ആ പുസ്തകങ്ങളുടെ പ്രചാരണത്തിന് അല്ലെങ്കിൽ പുസ്തകങ്ങൾ വാങ്ങുന്നതിന് ആളുകൾ കൂട്ടാക്കണമെന്നില്ല. അതൊരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. ക്രൈസ്തവ പുസ്തകങ്ങൾ ആരും വാങ്ങുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ എഴുതാതിരിക്കുന്നതിലും അർത്ഥമില്ല. ക്രൈസ്തവ പുസ്തകങ്ങൾ കഴിയുന്നിടത്തോളം ഇവിടെ എഴുതാൻ ശ്രമിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതേസമയം മറ്റു പുസ്തകങ്ങളും എഴുതുന്നതിനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ 2 പുസ്തകങ്ങൾ ഇപ്പോൾ പ്രസ്സിലുണ്ട്. ആ പുസ്തകങ്ങൾ ക്രൈസ്തവമല്ലാത്ത ജനറലായിട്ടുള്ള പുസ്തകങ്ങൾ, അത് മറ്റുള്ളവരുടെ ഇടയിൽ വലിയ പ്രചാരം ഉണ്ടാകാൻ സാധ്യതയുള്ള പുസ്തകങ്ങളാണ്. ഭാവിയിലും ഇത്തരം എഴുത്തുകൾ കഴിയുന്നിടത്തോളം തുടരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതിന് സർവേശ്വരൻ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന എനിക്കുണ്ട്, സഹായിക്കുമെന്ന വിശ്വാസവുമുണ്ട്. ഇപ്പോൾ ധാരാളം യുവ എഴുത്തുകാർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ക്രൈസ്തവമായ പുസ്തകങ്ങൾ ധാരാളം എഴുതുന്നവരുണ്ട്. കൂടുതലും മറ്റു തരത്തിലുള്ള പുസ്തകങ്ങൾ, സമൂഹത്തെ വഴിതെറ്റിക്കുന്ന പുസ്തകങ്ങൾ എഴുതുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഈ എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴും സമൂഹത്തോടൊരു കടപ്പാട് നമുക്കുണ്ട്. സമൂഹത്തെ നമ്മൾ സ്നേഹിക്കാനും നല്ല സമൂഹമായി വളരാനുമുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നതായിരിക്കണം എഴുത്തുകളെല്ലാം. അത് ക്രൈസ്തവമായാലും അക്രൈസ്തവമായാലും അത്തരത്തിലുള്ള ഒരു പ്രചോദനം, നല്ല വ്യക്തികളായി നല്ല വ്യക്തിത്വമുള്ളവരായിട്ട് വളർന്നു വരാൻ ഈ പുസ്തകങ്ങൾക്ക് പ്രേരണ നൽകാൻ കഴിയണം. ഏത് പുസ്തകവും അതാണല്ലോ, നമുക്ക് വായിക്കുന്നവർക്കൊരു പ്രചോദനം ഉണ്ടാകണം, നല്ലവരായിട്ട് വളരണം. മറ്റുള്ളവരെ ചൂഷണം ചെയ്തും മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചുമൊക്കെ എങ്ങനെയെങ്കിലും എളുപ്പത്തിൽ പണമുണ്ടാക്കാമെന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് കൂടുതലുമുള്ളത്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകാതെയും പലപ്പോഴും പല സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും സമൂഹത്തെ നശിപ്പിക്കുന്ന തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾക്കിടയിൽ കണ്ടുവരുന്ന, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കിടയിൽ പോലും കണ്ടുവരുന്ന ഒരു മാരകമായ പ്രശ്നമാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം. അങ്ങനെ ഈ മയക്കുമരുന്ന് അടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരീരം തന്നെ തളരുന്നു, ശരീരത്തിൻ്റെ നമ്മുടെ സെൻസ്, നമ്മുടെ ബോധം നഷ്ടപ്പെടുന്നു. മയക്കുമരുന്ന് കഴിക്കുന്നവരുടെ ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭ്രാന്തന്മാരെ പോലെ ആയിത്തീരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് യുവാക്കൾക്കിടയിൽ അക്രമവാസന വരുന്നത്. മാതാവെന്നോ പിതാവെന്നോ സഹോദരങ്ങളെന്നോ കൂട്ടുകാരെന്നോ എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ടാവുന്നില്ല. അവരോട് ക്രൂര മനോഭാവത്തിൽ അവരെ തല്ലുന്നതിനും കൊല്ലുന്നതിനുമൊക്കെ മടി കാണിക്കാത്തവരായിത്തീരുന്നു. ഇപ്പോൾ വക്കീലെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പോക്സോ കേസുകൾ ധാരാളം വരുന്നുണ്ട്. അതിലധികവും ഈ മയക്കുമരുന്നിൻ്റെ വിനിയോഗം കൊണ്ട്, മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്നതാണ്. അത് നമ്മുടെ സമൂഹം ബോധവാന്മാരായിരിക്കണം. നമ്മുടെ സമൂഹത്തിലെ എഴുത്തുകാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അവർ സമൂഹത്തിനെ ഞാനാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്. നമ്മുടെ കോടതിയിൽ നിന്ന് വിടുന്ന ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞു, ലീഗൽ അവയർനെസ് ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നു. അത് ഈ തൊഴിലുറപ്പ് സൈറ്റുകൾ, കോളേജുകൾ, സ്കൂളുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും പോയി ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. എന്നെപ്പോലുള്ള കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞ ആഴ്ചയിലും ധനുശ്വരം കോളേജിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. വാഴച്ചൽ കോളേജ്, കാരക്കോണം മെഡിക്കൽ കോളേജ്, ഈ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോയി. അതിൽ പ്രധാനമായിട്ടും ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗവും അതുമൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തും, അതുപോലെ പോക്സോ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. അതുപോലെ കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്നു, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നതൊക്കെ ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന വിഷയങ്ങളാണ്. ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, ഭാര്യയും ഭർത്താവും തമ്മിലും, ഭർത്താവും ഭാര്യയും മക്കളും തമ്മിലും, സമൂഹവും തമ്മിലുമെല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മുക്തരാകുന്നതിന് വേണ്ടി നമ്മുടെ എഴുത്തുകാർ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ എഴുത്തുകാർ ശ്രമിക്കണം. അതിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ യുവാക്കളായിട്ടുള്ള എഴുത്തുകാരെല്ലാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്.